This is the future. സോ പുതിയ യൂട്യൂബേഴ്സിന് ബെസ്റ്റായിട്ടുള്ളൊരു മൈക്കാണ്. ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇത് വാങ്ങിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിരുന്നു സാധനം അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ. ഇതിന് പ്രൈസ് വരുന്നത് 750 രൂപയാണ്. റെഡിക്ക് പറഞ്ഞാൽ 1000 മുകളിൽ ഇത് കൂടാറുമുണ്ട്, കുറയാറുമുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പൊളിക്കാം. എനിക്ക് പ്രൊഡക്റ്റ് കുറച്ച് ഡാമേജ് ആയിട്ടാണ് കിട്ടിയത്. സൈഡും അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ കുറച്ച് ഡാമേജ് ആയിട്ടാണ് സാധനം കിട്ടിയത്. പക്ഷേ ഞാൻ റിട്ടേൺ അടിക്കാൻ നിന്നില്ല. കുറച്ചുകൂടി പിന്നെ റിട്ടേൺ അടിക്കാൻ നിന്നാൽ പിന്നെ സമയം പിടിക്കുന്നുള്ളതുകൊണ്ട് സോ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഞാൻ തുറന്നപ്പം കുറച്ച് പൊട്ടിയതാണ്. ഇല്ല, ഇതിന് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു. സോ ബോക്സിൻ്റെ മുകളിൽ അതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസൊക്കെ നമുക്ക് കാണാം. ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സ്മാർട്ട് ഫോൺസ്, ക്യാംകോഡേഴ്സ്, DSLR, ഓഡിയോ റെക്കോർഡേഴ്സ്, PC എക്സെട്രാസ്, അതിലൊക്കെ നമുക്കിത് കണക്ട് ചെയ്യാം. അതിൻ്റെ ബാക്ക് നമുക്ക് കാണാം കുറേ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അതായത് അതിൻ്റെ കണക്ടറിൻ്റെ ഇതിൻ്റെ കേബിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ വെയിറ്റ് 2.5 ഗ്രാമും അതുപോലെ തന്നെ പവർ മോഡ്യൂൾ, അതായത് അതിൻ്റെ ബാറ്ററി ഇടുന്നൊക്കെ സാധനത്തിൻ്റെ ഗ്രാം 18 ഗ്രാമാണ്. സോ നമുക്ക് ജസ്റ്റ് ഇത് പുറത്തേക്ക് എടുക്കാമെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം കേസാണ് കിട്ടുക, നല്ല ക്ലോത്തിൻ്റെ റബ്ബറിൻ്റെ നല്ല കേസും അതുപോലെ തന്നെ ബ്രാൻഡിങ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിലുള്ളത്, വേറെ ഒന്നുമില്ല അതിൽ. സോ ആദ്യം ഇതിലുള്ളത് അതിൻ്റെ വാറൻറ്റി കാർഡാണ്. നമുക്കത് അങ്ങോട്ട് മാറ്റാം. പിന്നെ ബോയൻ്റെ ഒരു ബ്രാൻഡിങ് കാർഡും കൂടി അതിലുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ, എന്തൊക്കെയാണെന്നുള്ള യൂസർ മാനുവലും നമുക്ക് വേണ്ട. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാഗിൽ എന്തൊക്കെയുള്ള നോക്കാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാഗിലുള്ളത്. പവർ മോഡ്യൂളും മൈക്കും വയറും കേബിളും ഒക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. പിന്നെ ഒരു ബ്രാൻഡിങ് കാർഡ്. സോ അത് രണ്ടും നമുക്ക് വേണ്ട. ഇത്രയും സാധനങ്ങളാണ് ഈ ബാഗിലുള്ളത്. സോ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിലുള്ളതൊരു കണക്ടറാണ്, ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മൈക്ക്, പിന്നെ നല്ല നീളമുള്ള, അതായത് 6 മീറ്ററുള്ളൊരു കേബിളും. ജസ്റ്റ് പൊളിക്കുന്നില്ല, പിന്നെ ഇടങ്ങാറാവും, ചൊറയായിരിക്കും. പിന്നെ ഇതിൽ 2 ഓപ്ഷൻസാണ് ഉള്ളത്, സ്മാർട്ട് ഫോൺ അതുപോലെ തന്നെ ക്യാമറ. നമുക്ക് ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ സ്മാർട്ട് ഫോണിലേക്കും ആക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം, അതായത് മൈക്ക്, വോയിസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സാധനം. പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് കവറുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു 3.5 mm ഒരു കണക്ടറും ഒരു ബാറ്ററിയും പിന്നെ ഒരു ഹോൾഡറും അതുപോലെ തന്നെ ഒരു സ്പോഞ്ച് കവറ് മൈക്കിൻ്റെ മുകളിലിടാനുള്ള. സോ ഇതിലുള്ള മൊത്തം സാധനം നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് സ്പോഞ്ച് കവറാണ് മൈക്കിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളത് 3.5 mm ഒരു 4 പോൾ ഗോൾഡ് പ്ലഗ് കണക്ടറാണ്. പിന്നെ ഇത് നമ്മൾ മൈക്ക്, അതായത് മൈക്കിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു ബാറ്ററി. ഇത് നമ്മുടെ പവർ മോഡ്യൂളാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതൊരു ലേബൽ ക്ലിപ്പാണ്.
ജസ്റ്റ് നമ്മൾ ഷർട്ടിൻ്റെ മുകളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. മൈക്ക് അവിടെ ഇതിൽ കുടുക്കിയിട്ട് നമുക്ക് നമ്മളെ ഷർട്ടുമ്മലോ അല്ലെങ്കിൽ പോക്കറ്റുമ്മലോ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് വരുന്നത് മെയിനായിട്ടുള്ള സാധനമാണ് പവർ മൊഡ്യൂള്. ഇതിലാണ് നമ്മൾ ബാറ്ററി ഫിക്സ് ചെയ്യുക. നമ്മൾ 2 ഓപ്ഷൻസ് ഉണ്ട്, ക്യാമറ ആൻഡ് സ്മാർട്ട് ഫോൺസ്. നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് സ്വിച്ച് ചെയ്യാം. സോ ഈ ജസ്റ്റ് കേസ് ഓപ്പൺ ചെയ്താൽ നമുക്കതിൽ ബാറ്ററി ഇടുന്നൊരു സ്പേസ് കാണാം. അതിൻ്റെ അകത്താണ് നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാറ്ററി ഫിറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കത് ഫിക്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് സ്വിച്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. ഇനി നമ്മൾ മൈക്കിൻ്റെ മുകളിൽ സ്പോഞ്ച് കേസ്, അതായത് സ്പോഞ്ച് കവർ നമ്മൾ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാണ്. സോ അങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ലേബൽ ക്ലിപ്പും ഇതിൻ്റെയോടൊപ്പം അറ്റാച്ച് ചെയ്യാണ്. താഴെയുള്ള ചെറിയ സ്പേസിലോട്ട് ഈ ലേബൽ ക്ലിപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാം. കുറച്ച് പ്രഷർ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഫിക്സായി. എന്നിട്ട് ആ ക്ലിപ്പ് എവിടെയാണോ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ഷർട്ടുമ്മലാണ് ഷർട്ടുമ്മൽ, അല്ലെങ്കിൽ പോക്കറ്റുമ്മലാണ് പോക്കറ്റുമ്മൽ. എന്നിട്ട് നമുക്കിത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ കണക്ടറാണ്, 3.5 mm ഒരു കണക്ടർ. പിന്നെ ഇതിൻ്റെ കേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എവിടെയൊക്കെയാണ് നമുക്ക് ഈ സാധനം ഫിക്സ് ചെയ്യാൻ പറ്റുക, യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, 750 റുപ്പീസാണ്. ഓഫറായാണ് എനിക്ക് കിട്ടിയത് ഫ്ലിപ്കാർട്ട് വഴി. ആമസോണിലും ഇത് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കേബിൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. കാരണം പെട്ടെന്നൊന്നും ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയില്ല. പിന്നെ നമുക്കിത് ബാറ്ററി യൂസ് ചെയ്യാണ്ട് നമുക്ക് സ്മാർട്ട് ഫോൺസിൽ ഉപയോഗിക്കാം. ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഇതിൽ നിന്നാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മൈക്കില്ലാത്ത ഒരു വേരിയേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങളിപ്പം കേൾക്കുന്ന ഓഡിയോ എന്ന് വെച്ചാൽ മൈക്കില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ മൈക്കില്ലാണ്ടാണ്, മൈക്ക് ഡിസ്കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതിന് സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഞാൻ ജസ്റ്റ് ഒന്നും കൂടിയും ആ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള അവസ്ഥ. സോ നിങ്ങൾക്ക് സൗണ്ട് വേരിയേഷൻസ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതുപോലെ തന്നെ ഇത് വാങ്ങാനുള്ള വെബ്സൈറ്റ് ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കും. സോ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.